യേശുവിൻ്റെ മക്കളായി മാറണമെങ്കിൽ നമ്മൾ വെളിച്ചത്തിൽ വരണം. ഹല്ലേലൂയ. ആരിൽ വരണം? വെളിച്ചം ആരാണ്? യേശുക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായം 11 മുതലുള്ള വചനം വായിച്ചേ. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുവൻ. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിസ്യാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പിതാ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങൾക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണ് ജീവിക്കണം? പകലിന് യോജിച്ച വിധം ജീവിക്കണം. സുഖലോലുപതയിലോ, അതായത് സുഖത്തിന് പുറകിൽ പോകേണ്ടതല്ല നമ്മുടെ ജീവിതം. ഇന്ന് ലോകം മുഴുവനും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സുഖത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുകയാണ്, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകെ അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ് വ്യഭിചാരം. എല്ലാം തെറ്റായ പാപങ്ങളെല്ലാം അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? പകലിന് യോജിച്ച വിധമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പെരുമാറേണ്ടത്. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിസ്യാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രകാശത്തിലാണോ ഇരുട്ടിലാണോ? വചനം പറയുകയാണ്, സഹോദരനെ വെറുക്കുന്നവൻ അവൻ കൊലപാതകിയാണ്, അവൻ ഇരുട്ടിലാണെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അത് പാപം ചെയ്യുന്നവൻ ഇതുവരെ പ്രകാശത്തിൽ വരുന്നില്ല, അവൻ ആയിരിക്കുന്നത് ഇരുട്ടിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:9 വചനം വായിച്ചേ. 1 യോഹന്നാൻ 2:9. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേ സമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ എപ്പോഴും അന്ധകാരത്തിലാണ്. അതായത് നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ, ആരോടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയാണ് ജീവിക്കുന്നത്? അന്ധകാരത്തിലാണ്. എൻ്റെ ഹൃദയം എങ്ങനെയാണ്? അന്ധകാരം നിറഞ്ഞതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, പക, അസൂയ, അതുപോലെ തന്നെ തെറ്റായ ജീവിതം, ഇതൊക്കെ എല്ലാം ചെയ്യുന്നവര് എവിടെയാണ് ആയിരിക്കുന്നത്? അന്ധകാരത്തിലാണ്. ചിലർ പറയും ഞങ്ങൾ യേശുക്രിസ്തു വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രകാശത്തിലാണെന്ന് പറയും. പ്രകാശത്തിലാണെന്ന് പറയുന്നവൻ പോലും പാപത്തിന്റെ അടിമത്വത്തിലായിരിക്കുക. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയാണ്, നിനക്ക് ദൈവമായിട്ട് കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ ഈ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ നീ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കാതെ നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവത്തിന് ഇടപെടാൻ വേണ്ടി സാധിക്കുകയില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് കാരണം നീ നിന്റെ പാവവുമാണ്. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ. വചനം എടുത്ത് യെശയ്യാ 59:1. യെശയ്യാ 59:1. അവിടെ വചനം പറയാണ്, നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിന്റെ നിലവിളി കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിന്റെ അകൃത്യങ്ങൾ എന്നെയും നിന്റെ ദൈവത്തെയും അകറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഞാൻ പ്രകാശത്തിലാണെന്ന് പറയുകയും ഞാൻ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെയാണ്? അന്ധകാരത്തിൽ തന്നെയാണ്. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം എടുത്ത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. 4 മുതൽ വായിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. മത്തായിയുടെ സുവിശേഷം 15:4. പിതാവിനെയും മാതാവിനെയും അധിക്ഷേപിക്കുന്നവൻ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. അത് കാരണം അത് പാപത്തിന്റെ പ്രവൃത്തിയാണ്, അത് അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്. മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത്, മാതാപിതാക്കളെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഏത് പ്രവൃത്തിയാണ്? അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം 5 മുതലുള്ള വചനം വായിച്ചേ. എന്നാൽ നിങ്ങൾ പറയുന്നു,
ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. അങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ സംരക്ഷിക്കേണ്ട, മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെയാണ് ജീവിക്കുന്നത്? അവൻ അന്ധകാരത്തിലാണ്. മാതാപിതാക്കളെ അനുസരിക്കാൻ പറ്റുന്നില്ല, അവരെ തള്ളിപ്പറയുന്ന, അവര് തെറ്റായ വാക്കുകൾ പറയുന്നെങ്കിൽ നമ്മൾ എവിടെ ജീവിക്കുന്നു? അന്ധകാരത്തിലാണ്. ഹല്ലേലൂയ. അന്ധകാരം എന്ന് പറയുമ്പോൾ ആരാണ്? പിശാചാണ്, രാത്രി. അതുകൊണ്ടാണ് രാത്രി എന്ന് വചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ രാത്രിയിൽ ഇരുട്ടിൽ ആര് പ്രകാശിക്കണം? ക്രിസ്തു പ്രകാശിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ വചനം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? പാലിക്കണം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1-ാം അധ്യായം 5 മുതലുള്ള വചനം വായിച്ച്. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം, ദൈവം പ്രകാശമാണ്. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ അവനിൽ നിന്ന് കേട്ടു. എന്താണ് കേട്ടത്? ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പറയുകയും ചെയ്യുന്ന സന്ദേശം ഇതാണ്. എന്താണ് സന്ദേശം? ദൈവം പ്രകാശമാണ്. ഹല്ലേലൂയ. ദൈവം പ്രകാശമാണെന്ന് പറയുമ്പോൾ എന്താണ്? ദൈവം പരിശുദ്ധനാണ്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം വാക്യം വായിച്ചേ. ദൈവത്തിൽ അന്ധകാരമില്ല, അവിടത്തോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ പറയും, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, എനിക്ക് ദൈവമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് പറയും. എന്നാൽ ജീവിതം നോക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഈ പ്രകാശത്തിൽ നമ്മൾ പങ്കുചേരണമെങ്കിൽ നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ചേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 7-ാം വാക്യം വായിച്ചേ. 1 യോഹന്നാൻ 1:7. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്തിൽ സഞ്ചരിക്കണം? പ്രകാശത്തിൽ നമ്മളായിരിക്കണം. പ്രകാശത്തിൽ എന്ന് പറയുമ്പോൾ വചനം പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും പരിശുദ്ധനായിരിക്കണം. വിശുദ്ധ ജീവിതം നയിക്കണം. അത് നമ്മളിൽ ഈ യേശുക്രിസ്തു നമ്മളിലേക്ക് വരുന്നത് ഈ നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 2:9 ഒരിക്കൽ കൂടി. 1 യോഹന്നാൻ 2:9. അതായത് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. വിശുദ്ധ അഗസ്റ്റിന് മാനസാന്തരം. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതം നമുക്കറിയാം. അത് തിന്നും കുടിച്ചും പാപം ചെയ്തും മദ്യപാനവും തെറ്റായ വഴികളിൽ ജീവിക്കുകയും തെറ്റായ ബന്ധത്തിലൂടെ ഒരു കുട്ടി പോലും ഉണ്ട്. അപ്പോൾ ഇതാണ് പാപത്തിൻ്റെ ഒരു ബന്ധനത്തിൽ, പാപത്തിൻ്റെ ഒരു ഇതിൽ കിടക്കുന്ന അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ ഒരു വചനം വരുന്നതാണ്. ആ വചനമാണ് നമ്മൾ നേരത്തെ വായിച്ചത്, റോമ 13:11 മുതലുള്ള വചനം. അത് അന്ധകാരമാണ്. വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതം മുഴുവനും പാപത്തിലാണ് കിടക്കുന്നത്. അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യനെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പാപത്തിൻ്റെ, ഈ അന്ധകാരത്തിൻ്റെ, ഈ തെറ്റായ ജീവിതത്തിൻ്റെ ഈ സാഹചര്യത്തിൽ കിടക്കുന്ന ഈ അഗസ്റ്റിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം, അതായത് ദൈവവചനം വന്നപ്പോഴാണ് അവൻ്റെ ജീവിതം എന്ത് ചെയ്യുന്നത്? മാറുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 119:105 വചനം പറയും, അവിടുത്തെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അപ്പൊ ഈ പ്രകാശമാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം എന്തെയും? പ്രകാശിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയം പ്രകാശിക്കണമെങ്കിൽ നമ്മൾ എന്ത് കേൾക്കണം? വചനം കേട്ടേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വരുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്? പ്രകാശത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ. വചനം ആരാണ്? യോഹന്നാൻ 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വചനം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4:16 മുതലുള്ള വചനം.
അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിച്ചു തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രകാശം നിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, പാപം ഉപേക്ഷിക്കണം. ഇന്ന് പാപം വെച്ചുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ സ്ഥലങ്ങളിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മൾ പ്രകാശമാകാതെ ഈ പ്രകാശത്തിൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രകാശം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ വിശുദ്ധരായി ആയിരിക്കേണ്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് വചനം ഇത് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 4:16 വചനം പറയുകയാണ്, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ദീപ്തി ഉദയം ചെയ്തെന്ന് പറയുമ്പോൾ ആരാണ്? യേശുക്രിസ്തു ഉദയം ചെയ്തു എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശുക്രിസ്തു ഈ പ്രകാശത്തിലേക്ക് വരാൻ വേണ്ടി പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പാപമോഹങ്ങൾ, സുഖങ്ങൾ, ഇതൊക്കെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനമായിട്ട് നമ്മൾ അതായത് എന്താണ് ഈ വെളിച്ചത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും പ്രവൃത്തികളെന്ന് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് പ്രകാശത്തിൻ്റെയും ഇരുട്ടിൻ്റെയും പ്രവൃത്തികൾ? 5:3 മൂന്നാമത്തെ വചനം വായിച്ചേ. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയോ യാതൊരു അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിൻ്റെയോ പേര് പോലും കേൾക്കരുത്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ എഫെസോസ്യർക്ക് എഴുതിയ ക്രിസ്ത്യാനികളോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ എന്ത് കേൾക്കാൻ പാടില്ല? വ്യഭിചാരത്തിൻ്റെയോ യാതൊരു അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിൻ്റെയോ പേര് പോലും കേൾക്കരുത്. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്ത്യാനികളാണ് ഇതെല്ലാം ചെയ്തിട്ട് നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയാണ്, ഇതിൻ്റെ പേര് പോലും നിങ്ങളുടെ ഇടയിൽ കേൾക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ക്രിസ്ത്യാനികളായ നമ്മളാണ് പലപ്പോഴും ഇതൊക്കെ എല്ലാം ചെയ്തുകൊണ്ട് നടക്കുന്നത്. എന്തോന്ന്? വ്യഭിചാരവും അശുദ്ധമായ ജീവിതം. നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ഇന്ന് ആരും പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് എല്ലാവരും കോംപ്രമൈസാണ്. അതായത് വിശുദ്ധിയിൽ ജീവിച്ചില്ലെങ്കിലും എവിടെ പോകും? സ്വർഗത്ത് പോകും എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തതിന് കാരണം, നിന്റെ ആവശ്യങ്ങളിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തതിന് കാരണം നിന്റെ അകൃത്യമാണെന്ന് യെശയ്യാ 59:1 വചനം പറയുകയാണ്. ഹല്ലേലൂയ. നമ്മൾ എഫെസോസ് 5:4-3 തന്നെ വായിച്ചേ. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയോ യാതൊരു അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിൻ്റെ പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിക്കണം. അതായത് നിങ്ങൾ ജീവിക്കേണ്ടത് വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിലാണ് ജീവിക്കേണ്ടത്. നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളായിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചു 4. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാവല്യവും നമുക്ക് യോജിച്ചതല്ല, പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ നിങ്ങളുടെ സമയം മ്ലേച്ഛമായ സംസാരത്തിലും വ്യർത്ഥഭാഷണത്തിലും, വെറുതെ ഇങ്ങനെ സംസാരിച്ച് കളയുന്നതിലും ചാവല്യത്തിലുമല്ല, നിങ്ങൾ ദൈവത്തെയാണ് ആ സമയം നിങ്ങൾ സ്തുതിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവാക്കേണ്ടത്. 5-ാം വാക്യം 5:5. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹ ആരാധകനും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവൻ. അതായത് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, പാപം ചെയ്യുന്നവൻ അവന് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അവന് സ്ഥാനമില്ല എന്ന് തന്നെയാണ്. ഇത് നമ്മൾ ഇന്ന് ക്രിസ്ത്യാനികളാണ്, പാപം ചെയ്താലും എങ്ങനെ ജീവിക്കും? വലിയ പുണ്യവാനെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ച് 6-ാമത്തെ വാക്യം.
ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. അത് ഇന്ന് അർത്ഥശൂന്യമായ വാക്കുണ്ട്, അത് കുഴപ്പമില്ല, ഇങ്ങനെ ജീവിച്ചോ, നീ എന്ത് ചെയ്യും, രക്ഷപ്പെട്ടുകൊള്ളുമെന്ന് അർത്ഥശൂന്യമായിട്ട്. അത് പിശാച് ഹവ്വയെ തന്ത്രപൂർവം ചതിച്ചതുപോലെ ഇന്ന് നമ്മളെ ക്രിസ്ത്യാനികളെയും പിശാച് എന്ത് ചെയ്യാണ്, തന്ത്രപൂർവം ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കൊരിന്തോസ് 11:3 വചനം വായിച്ച്. 2 കൊരിന്തോസ് 11:3. 2 കൊരിന്തോസ് 11:3 വചനം പറയാണ്, എന്നാൽ സർപ്പം ഹവ്വയെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള ലാളിത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പലപ്പോഴും ക്രിസ്ത്യാനികള് പലരും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, ഈ പാപം ചെയ്ത ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർപ്പം ഹവ്വയെ തന്ത്രപൂർവം ചതിച്ചതുപോലെ ക്രിസ്തുവിന്റെ ലാളിത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുകയാണ്, പിശാച് നമ്മളെ ചതിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിബന്ധിക്കുന്നു. 7-ാം വാക്യം വായിച്ചേ. എഫെസോസ് 5:7. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഹല്ലേലൂയ. എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടുകൂടാൻ പാടില്ല. നിന്റെ കൂട്ട് എങ്ങനെയാണ്? നീ ഇവരുമായിട്ടാണ് നിന്റെ കൂട്ടായിരിക്കുന്നത്. അതായത് പൗലോസ് അപ്പോസ്തലന് ഒരു പ്രത്യേകതയുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ അറിയാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടുകൂടാൻ പാടില്ല. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് 5-ാം അധ്യായം 11-ാം വാക്യം വായിച്ച്. 1 കൊരിന്തോസ് 5:11. പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹ ആരാധകനോ പരദൂഷകനോ മദ്യമാനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സമ്പർക്കം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത്. ഹല്ലേലൂയ. അത് പാപം ചെയ്യുന്നവനുമായിട്ട് നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല, സമ്പർക്കം പാടില്ല. ഇന്ന് നമ്മൾ എല്ലാ കൂട്ടുകെട്ടും അത് നമ്മൾ പറയും, ഞാൻ പാപം ചെയ്യുന്നില്ലല്ലോ, ഞാൻ കൂട്ട് അവരുടെ കൂടെയാണ്. ഹല്ലേലൂയ. അതായത് പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 5:6 മുതലുള്ള വചനം വായിച്ചേ. 1 കൊരിന്തോസ് 5:6. നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുക. അതായത് ഈ തിന്മയുമായിട്ട് നമ്മൾ കൂട്ടുകൂടാൻ വേണ്ടി പാടില്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയും. അതായത് ഈ വെളിച്ചത്തിനും ഇരുട്ടിനും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? പാപത്തിനും ദൈവത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തിന്മയുടെ കൂട്ടുകെട്ടുകൾ, വ്യഭിചാരികളും മദ്യപാന്മാരുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 5:9 വചനം പറയുകയാണ്, വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. ഹല്ലേലൂയ. വ്യഭിചാരികളുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടുകൂടാൻ വേണ്ടി പാടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സമ്പർക്കം ആരുമായിട്ട് വേണം? ദൈവവുമായിട്ട് വേണം നമുക്ക് ബന്ധം ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, അത് ഒരിക്കൽ കൂടി 7-ാം വാക്യം നമ്മൾ അവസാനമായിട്ട് വായിച്ചത്. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. 8-ാം വാക്യം, ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. ഹല്ലേലൂയ. അത് പാപം ചെയ്യുന്നവൻ എന്തിലാണ് ജീവിക്കുന്നത്? അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾ എവിടെയാണ് കടന്നു വന്നത്? പ്രകാശത്തിൽ കടന്നു വന്നു. 9-ാം വാക്യം, പ്രകാശത്തിൻ്റെ മക്കളെ പോലെ വർദ്ധിക്കുവൻ, പ്രകാശത്തിൻ്റെ ഫലങ്ങൾ സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അത് സകല നന്മയും നീതിയും സത്യവുമാണ് എന്ത്? പ്രകാശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ. 10-ാം വാക്യം വായിച്ചേ. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്താണെന്ന് വിവേചിക്കുവിൻ. 11, അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ.
അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാകരമത്ര. അതായത് പാപം ചെയ്യുന്നതിനെ കുറിച്ച്, പാപം ചെയ്യുന്നവനെ പറ്റി സംസാരിക്കുന്നത് പോലും എന്തെന്നാണ്, അവർ ചെയ്യുന്ന പാപത്തെ കുറിച്ച് പറയുന്നത് പോലും ലജ്ജാകരമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചേ. പ്രശോഭിക്ക് 13. ഇങ്ങനെ പ്രശോധിപ്പിക്കുന്നതെല്ലാം പ്രകാശമാണ്, അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. അത് ക്രിസ്തുവിൽ വരുന്നവൻ തൻ്റെ ജീവിതത്തിലുള്ള പാപം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ശിക്ഷാവിധി എന്ത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം പറയുകയാണ്. അതായത് ശിക്ഷാവിധി എന്താണ്? ശിക്ഷാവിധി അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് ശിക്ഷാവിധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം എടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 3:17 വാക്യം. യോഹന്നാൻ 3:17. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായ മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിൽ വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. അതായത് നിന്റെ പ്രവൃത്തി തിന്മയാണെങ്കിൽ നിന്റെ പ്രവൃത്തിയിൽ അസൂയയും വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും ഇതൊക്കെല്ലാം നീ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നീ ഇതുവരെയും എവിടെ വന്നിട്ടില്ല? പ്രകാശത്തിൽ വന്നിട്ടില്ല. നീ മ്ലേച്ഛമായിട്ടുള്ളത് കാണുന്നുണ്ടെങ്കിൽ, അത് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പുറകിലാണ് നീ ജീവിക്കുന്നെങ്കിൽ നീ ഇതുവരെ എവിടെ വന്നിട്ടില്ല? പ്രകാശത്തിൽ. യേശുക്രിസ്തു വന്നിട്ടില്ല. യേശുക്രിസ്തു വന്നിട്ടില്ലാത്തവന് എന്തുണ്ട്? ശിക്ഷാവിധി ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 20-ാം വാക്യം. തിന്മ പ്രവർത്തിക്കുന്നവർ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയാണെന്ന് വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അത് നിന്റെ പ്രവൃത്തി ദൈവ ഐക്യത്തിലാണോ നീ ചെയ്യുന്നത്? അതായത് ദൈവം പറയുന്നതനുസരിച്ചാണോ നീ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോകം പറയുന്നതനുസരിച്ചാണോ നീ പ്രവർത്തിക്കുന്നത്? ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റുന്നുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുരാന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.